തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രകടനവും മികച്ച കളക്ഷനും നേടി മുന്നേറുകയാണ്. 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തുകയാണ് ആരാധകർ. സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. 2025 ഏപ്രിൽ 25-നാണ് തുടരും തിയേറ്ററുകളിലെത്തിയത്. ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ദിനത്തിന് ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ചയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ മോഹൻലാൽ വിസ്മയമായ തുടരുമെന്ന ചിത്രത്തിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ആക്ഷൻ മൂവിയായ എമ്പുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ ആരാധകർ ഏറെ സംതൃപ്തരാണ്. എമ്പുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത്. ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിക്ക് പിന്നാലെ ബോക്സ് ഓഫീസിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ചിത്രം റിലീസ് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ബോക്സ് ഓഫീസിൽ ആധിപത്യം തുടരുകയാണ്. മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് തുടരും ജൈത്രയാത്ര നടത്തുന്നത്. ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ പുതിയൊരു റെക്കോർഡ് കൂടെ സൃഷ്ടിച്ചിരിക്കുകയാണ് തുടരും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ഷെയർ കളക്ഷൻ നേടിയെന്ന റെക്കോർഡാണ് തുടരും ഇപ്പോൾ നേടിയത്. നേരത്തെ ചിത്രം കേരളത്തിൽ നിന്ന് 100 കോടി ഗ്രോസ് നേടിയിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു ചിത്രം 50 കോടി ഷെയർ നേടുന്നത്. നിരവധി സിനിമകൾ തിയേറ്ററുകളിൽ ഇതിനോടകം വന്നുപോയിട്ടും തുടരും സിനിമയുടെ സ്വീകാര്യത ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. റിലീസ് ചെയ്ത ആഴ്ചകൾ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 115 കോടിയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 231.33 കോടി ഗ്രോസ് കളക്ഷനും തുടരും സ്വന്തമാക്കിയിരുന്നു. ഒരു മാസം പിന്നിടുമ്പോഴും ചിത്രത്തിന് മികച്ച ഒക്യുപ്പൻസി തന്നെയാണ് ലഭിക്കുന്നത്. 5-ാം വാരാന്ത്യത്തിലും ചിത്രത്തിന് നിരവധി ഹൌസ്ഫുൾ ഷോകൾ ലഭിച്ചു. ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുന്ന സാഹചര്യം ചിത്രത്തിന്റെ തിയേറ്റർ റൺ നീട്ടാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം OTT-ലെത്താൻ വൈകിയേക്കും. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത്. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രജപുത്രയുടെ ബാനറിൽ M. രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത്. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷെഫീഖ് VB എന്നിവരാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം വൻതുകയ്ക്കാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.